എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൈശാചിക പ്രവർത്തനം നടക്കുന്നതായി പറഞ്ഞാൽ അതിൽ സംശയം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. തീർച്ചയായും ഉണ്ട്. എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ ആഭിചാര കർമ്മങ്ങളും ബ്ലാക്ക് മാസുകളും നടക്കുന്ന സെന്ററുകൾ ഉണ്ട് എന്ന് പത്രമാധ്യമങ്ങളിൽ ഉൾപ്പെടെ റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. പിശാചിന്റെ പ്രവർത്തനം പ്രധാനമായും കൂദാശകൾ പരിധർമ്മം ചെയ്യുന്ന കത്തോലിക്ക സഭയെ ആക്രമിക്കുവാൻ വേണ്ടിയാണ്. കാരണം കർത്താവിന്റെ ശരീരവും രക്തവും രൂപപ്പെടുന്നത് കത്തോലിക്ക വൈദികന്റെ കരങ്ങളിലൂടെയാണല്ലോ. അതിനാൽ ആ വൈദിക കരങ്ങളെ തന്നെ ദുർബലപ്പെടുത്തുവാനും നശിപ്പിക്കുവാനും അത് ശ്രമിക്കും. കർത്താവിന്റെ യഥാർത്ഥ തിരുശരീരത്തെയും തിരുരക്തത്തെയും ആക്രമിക്കുവാൻ പിശാച് തെരഞ്ഞെടുത്ത മെട്രോപൊളിറ്റൻ സിറ്റിയാണ് എറണാകുളം എന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തിയില്ല. ലോകത്തോടും ലോകമോഹങ്ങളോടും താല്പര്യമുള്ളവരിലും ഞാനെന്ന ഭാവവും അഹങ്കാരവും അനുസരണയില്ലായ്മയും പണത്തോടുള്ള മോഹവും ദ്രവ്യാസക്തികളും ജഡികാഭിലാഷങ്ങളും അധികാരികളോട് വിധേയത്വമില്ലായ്മയും പ്രകടിപ്പിക്കുന്ന വൈദികരിലും പ്രവർത്തിക്കുവാൻ വളരെ എളുപ്പമാണ്. അവരിലൂടെ കള്ളങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും വ്യാജമായി സംസാരിക്കുകയും അതുവഴി പിശാച് പ്രവർത്തിക്കുന്ന ഈ വൈദികരിലൂടെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചും കബളിപ്പിച്ചും ജഡികാഭിലാഷങ്ങളിലേക്കും ദ്രവ്യാസക്തികളിലേക്കും അവരെ വഴിതിരിച്ച് പിശാചിന്റെ കൂട്ടിലേക്ക് നയിച്ചും മാർപ്പാപ്പ തലവനായ സഭയെയും സഭാ അധികാരികളെയും നിന്ദിച്ചും സാധാരണ വിശ്വാസികളുടെ ആത്മാക്കളെ നശിപ്പിക്കുവാനും പിശാചിന് നിഷ്പ്രയാസം സാധിക്കും. അതാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിപക്ഷം വൈദികരിലും നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവർ തന്നെ തിരിച്ചറിയാത്ത അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ വലിയ അന്ധകാര ആധിപത്യം അവരെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനാൽ വൈദികരായാലും റിട്ടയർ ചെയ്ത വൈദികനായാലും പിശാചിന് കീഴ്പ്പെട്ട് ജീവിച്ചാൽ അയാളുടെ ആത്മാവ് നിത്യനാശത്തിൽ നിബദിക്കും എന്നതാണ് സത്യം. 15-ാം വയസ്സിൽ തന്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച പുരോഹിതർ തന്റെ വിളി നഷ്ടപ്പെടുത്തി കാലക്രമേണ ലോകമോഹങ്ങളിലും ജഡികാഭിലാഷങ്ങളിലും അഹങ്കാരത്തിനും കീഴ്പ്പെട്ട് പിശാചിന്റെ സ്വഭാവമുള്ള പുരോഹിതരായി മാറി. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഈ പുരോഹിതർ സ്വയം നശിക്കുക മാത്രമല്ല, അവരെ ചുറ്റിപ്പറ്റിയുള്ളവരും അവരുടെ വാക്കുകേട്ട് സഭയെ ധിക്കരിച്ച് മുന്നേറുന്നവർക്കും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു സംവിധാനവും നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. രാജ്യത്തിന് തന്നെ ഒരു ഭരണഘടനയുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരു നിയമവാഴ്ചയുണ്ട്. സഭയ്ക്കും ഒരു നിയമമുണ്ട്. നിയമം തെറ്റിച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം അത് വലിയ അപകടം ഉണ്ടാക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ചത് നിയമത്തിന് വിധേയരാകാതെ തന്നിഷ്ടപ്രകാരം വണ്ടി ഓടിക്കുന്ന വൈദികർ ഉണ്ട് എന്നുള്ളതാണ്. ആത്മീയ തലത്തിൽ ചിന്തിച്ചാൽ അവർ സ്വയം അപകടത്തിൽ വീഴുന്നു എന്നതുകൂടാതെ മറ്റുള്ളവരെ കൂടി നശിപ്പിക്കുന്നു. ഇനി നിയമം തെറ്റിച്ചാൽ അതിന് വേണ്ടപ്പെട്ടവർക്ക് നടപടിയെടുക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധിക്കും, സാധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അധികാരത്തിന് അർത്ഥമില്ല, നിയമവാഴ്ചയ്ക്ക് അർത്ഥമില്ല. നിയമവാഴ്ചയില്ലാത്ത കുടുംബങ്ങളും സമൂഹവും പ്രസ്ഥാനങ്ങളും നശിക്കും. അനുസരണക്കേട് മൂലം അന്ധചിത്തമുള്ള കുടുംബത്തിന് നിലനിൽക്കാൻ സാധിക്കാത്ത പോലെ നിയമവാഴ്ചയില്ലാതെ വന്നാൽ സഭ ഒരു അന്ധചിത്തത്തിന് വിധേയമാകും. നിയമം നടപ്പിലാക്കുവാൻ കടപ്പെട്ടവർ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം മെത്രാന്മാരുടെ സംഘമായ സിനഡിനും സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പിനുമാണ് സഭാ നിയമങ്ങളിലൂടെ സഭയെ പിശാചിന്റെ കെണിയിൽ നിന്നും രക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർ. അതുമാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ഇടയന്മാർ എന്ന നിലയിൽ അവർ നയിക്കുകയും പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും ഭരിക്കുകയും ചെയ്യേണ്ടവരാണ്. നിർഭാഗ്യവശാൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും സിനഡ് പിതാക്കന്മാർക്കും ഇതിൽ വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നു. അവർ ആഗമാന കത്തോലിക്ക സഭയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു. തിന്മ പ്രവർത്തിച്ചും അനുസരണക്കേട് കാണിച്ചും വർഷങ്ങളായി മുന്നേറുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികനെതിരെ പോലും നടപടികൾ എടുക്കാത്തത് മൂലം സഭ ഒന്നാകെ നാണം കെട്ട് നിൽക്കുകയാണ്. സഭാ തലവനെതിരെ വ്യാജരേഖ ചമച്ചിട്ടും ആരും അനങ്ങിയില്ല. വ്യാജരേഖ ചമച്ച ക്രിമിനൽ പ്രതികൾ എന്നും കൂദാശകൾ പരികർമ്മം ചെയ്തു നടക്കുന്നു. സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ 33 വൈദികർ പരിശുദ്ധ കുർബാനയെ അപമാനിച്ച് ആഭിചാരം നടത്തിയിട്ടും ഒരു വൈദികനെതിരെ പോലും ഒരു നിസ്സാര നടപടിക്ക് പോലും മുതിരാത്ത മെത്രാന്മാർ സഭയുടെ ശാപമാണെന്ന് പറയേണ്ടി വരുന്നതിൽ പ്രയാസമുണ്ട്. മാത്രമല്ല, നടപടികൾ എടുക്കുവാൻ വത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അത് മൂടി വെച്ചിരിക്കുന്നത് അങ്ങേയറ്റത്തെ അപരാധം തന്നെയാണ്. പരിശുദ്ധ കുർബാനയെ നിങ്ങൾ മെത്രാന്മാർ ഇത്ര ലാഘവത്തോടെയാണ് കാണുന്നതെങ്കിൽ വിശ്വാസികളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? പത്രോസിന്റെ പിൻഗാമിയും ക്രിസ്തുവിന്റെ വികാരിയുമായ മാർപ്പാപ്പയ്ക്ക് പോലും 3 തവണ വീഡിയോ സന്ദേശം ഉൾപ്പെടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ തോന്നിയാസത്തിന് ഉപദേശിക്കേണ്ടതായി വന്നു. നിർദ്ദേശങ്ങൾ നൽകേണ്ടതായി വന്നു. മെത്രാന്മാരോട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടേണ്ടതായി വന്നു. ലോകം മുഴുവനും അത് കണ്ടു. എന്നിട്ടും മെത്രാന്മാർക്ക് സുബോധമുണ്ടായിട്ടില്ല. മെത്രാൻ സംഘത്തിന് കുലുക്കവുമില്ല. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും മെത്രാൻ സംഘവും ഇപ്പോഴും സഭയെ നശിപ്പിക്കുന്ന
പിശാച് പ്രവർത്തിക്കുന്ന വൈദികർക്കെതിരെ ചെറുവിരൽ പോലും അനക്കുവാൻ താല്പര്യമില്ലാത്തവരാണ് എന്നാണ് സമീപകാല സർക്കുലറുകളും പ്രവൃത്തികളും വിളിച്ചോതുന്നത്. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ പറഞ്ഞിട്ട് പോലും അനുസരിക്കാത്ത മെത്രാന്മാർ ഈ സംഘത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് അങ്ങേയറ്റം പരിതാപകരമാണ്. സിനഡിന്റെ ഉള്ളിൽ മറ്റൊരു വിമത സിനഡോ. പൈശാചികത എത്ര ആഴത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാന്മാരെയും വൈദികരെയും വിഴുങ്ങിയിരിക്കുന്നുവെന്ന് അപ്പസ്തോല പിൻഗാമികൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു. അവർ ഭയത്തിലാണ്. ക്രിസ്തുവിന്റെ വികാരിയായ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ പോലും ചെയ്യുവാൻ ഇവർ മടി കാണിക്കുന്നു. ചുരുക്കത്തിൽ അപ്പസ്തോലിക പിൻഗാമികളായ ഈ മെത്രാന്മാരിൽ ചിലർ പ്രവർത്തിക്കുന്ന പിശാചാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെയും ദൈവജനത്തിന്റെയും നാശത്തിന്റെ അടിസ്ഥാന കാരണം. വെള്ളവും വളവും നൽകി ഈ പൈശാചിക പ്രവർത്തികൾ ചെയ്യുന്ന വൈദികരെ കയറൂരി വിട്ടതിലൂടെ മെത്രാന്മാരും സിനഡുമാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഇവർ സമാധാനം പറയേണ്ടതായി വരും. അതിനുശേഷമേ എറണാകുളത്തെ പൈശാചികത ബാധിച്ച വൈദികർ സമാധാനം പറയേണ്ടതായി വരുള്ളൂ എന്നാണ് ഭൂരിഭാഗം വിശ്വാസികളും വിശ്വസിക്കുന്നത്.